മാർച്ച് 16 ശനിയാഴ്ച, നോമ്പുകാലത്തിലെ 4-ാമത്തെ ആഴ്ച. യോഹന്നാൻ 7-ാം അധ്യായം 40 മുതൽ 53 വരെ വാക്യങ്ങൾ. ഒരു ചൊല്ലുണ്ട്, കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളെ കണ്ണടകൾക്ക് പോലും സഹായിക്കാനാവില്ല. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു ഫരിസേയരുമായി നടത്തിയ ഒരു സംഭാഷണത്തിൻ്റെ മധ്യത്തിലാണ്. അവരുടെ ചർച്ച കേൾക്കാൻ ഒരു വലിയ ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. യേശു പ്രവാചകനാണെന്ന് ചിലർ വിശ്വസിച്ചിരുന്നു. മറ്റു ചിലർ അവൻ ക്രിസ്തുവാണെന്നും വിശ്വസിച്ചു. എന്നിരുന്നാലും ഈ അവകാശവാദത്തെ എതിർക്കുന്ന മറ്റ് ആളുകളും ഉണ്ടായിരുന്നു. യേശുവിനെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ യഹൂദർ എങ്ങനെ ഭിന്നിച്ചുവെന്ന് ഇന്നത്തെ സുവിശേഷ വായന നമുക്ക് കാണിച്ചു തരുന്നു. അവൻ്റെ ഗലീലിയൻ പശ്ചാത്തലം കാരണം പലരും അവനെ പരിഹസിക്കുകയും ചെയ്തു. മോശയുടെ ചില നിയമങ്ങളെ ധീരതയോടെ അവഗണിച്ചതുകൊണ്ട് മാത്രമല്ല, അസൂയയും കൂടാതെ അഹങ്കാരവും ഒക്കെ ഫരിസേയർക്ക് അവനെ വളരെയധികം വിമർശിക്കാൻ ഇട നൽകി. എന്നിരുന്നാലും യേശുവിൻ്റെ ജ്ഞാനത്തിലും ആധികാരിക അധ്യാപന രീതിക്കും അദ്ദേഹത്തെ അഭിനന്ദിച്ച ചിലരുണ്ടായിരുന്നു. യഹൂദരുടെ ഈ അവസാന സംഘം പിന്നീട് അവൻ്റെ ശിഷ്യന്മാരായി. പുരാതന ഇസ്രായേലിലെ ആളുകൾ പരസ്പരവും പ്രത്യേകമായിട്ട് യേശുവിനോടും എങ്ങനെ പെരുമാറി എന്നതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാം. അന്ന് അവർക്കുണ്ടായിരുന്ന മനോഭാവം ഇന്ന് നമ്മളിലും ഉണ്ട് എന്നതാണ് വാസ്തവം. നമ്മളിൽ പലരും മറ്റുള്ളവരെ കാണുന്നതിന് മുമ്പ് തന്നെ അവരെ അവിശ്വസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നു. ചില സമയങ്ങളിൽ വേണ്ടത്ര അടിസ്ഥാനമില്ലാതെ നാം അവരെ കുറ്റപ്പെടുത്തുന്നു. ചെറിയൊരു പ്രകോപനത്തിൽ പോലും നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. കാരണം നമ്മൾ ഇതിനകം തന്നെ മുൻവിധികൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമ്പ്രദായങ്ങൾ അവർ പങ്കിടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്നവരായി അവരെ മുദ്ര കുത്തുന്നത് കൊണ്ടോ ആണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വംശീയതയാണ്. വ്യക്തികൾ എന്ന നിലയിലുള്ള സ്വന്തം ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അവരുടെ നിറത്തെയോ ജാതിയെയോ ഉത്ഭവസ്ഥാനത്തെയോ അടിസ്ഥാനമാക്കിയാണ് അവർ പെരുമാറുന്നത്. നമ്മൾ മറ്റുള്ളവരെ അവർ ആവുന്ന രീതിയിൽ ബഹുമാനിക്കുകയും പരസ്പരം സഹോദരി സഹോദരന്മാരായി കണക്കാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനപരമായ ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR